ഗൾഫ് രാജ്യങ്ങളിലെ വലിയൊരു വിഭാഗം പ്രവാസികളുടെ ഒരു പേഴ്സണൽ പ്രോബ്ലം എന്നുള്ളത് അവർ നാട്ടിൽ നിന്നും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഒരുപാട് കാലം യൂസ് ചെയ്തു. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ അവരുടെ ഫോണിൽ നിന്നും ഗൂഗിൾ പേ ഓട്ടോമാറ്റിക് സൈൻ ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ആക്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് സക്സസ് ആവുന്നില്ല. മെസ്സേജ് നോട്ട് സെൻഡിങ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ പരിഹാരങ്ങൾ ചെയ്തു നോക്കി. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് പല രീതിയിലുള്ള മെസ്സേജുകൾ റീചാർജ് ചെയ്തിട്ടൊന്നും ശരിയാവണില്ല. എന്ത് ചെയ്യും? ഇത് ആക്റ്റീവ് ആവാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഫാമിലിയിലൊക്കെ ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ പേ എങ്ങനെ സോൾവ് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ശ്രദ്ധാപൂർവം കേട്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ശരിയാവും. നേരെ വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രോബ്ലം പല ആളുകൾക്കും വന്നിട്ടുണ്ടാവുക. അവരുടെ ഫോണിൽ നിന്നും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന സിം കാർഡ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഊരിയ സമയത്ത് പിന്നെ സിം ഫോണിലേക്ക് ഇടുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. ശരിയല്ലേ? ഒന്നുകിൽ നിങ്ങൾ സിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അല്ലെങ്കിൽ ഫോൺ പുതിയത് മേടിച്ച സമയത്ത് ആ ഫോണിലെ സിം പുതിയ ഫോണിലേക്ക് ഇട്ട സമയത്താണ് ഗൂഗിൾ പേ ഇതുപോലെ പ്രോബ്ലം ആയത്. അതിൻ്റെ ശേഷം ഇന്ന് വരെ ശരിയായിട്ടില്ല, കഷ്ടപ്പാടെന്നെ സാറേ എന്ന് പറയുന്ന രീതിയിലുള്ള അവസ്ഥയിലുള്ള ആളുകളാണ്. ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സോൾവ് ആവും, നിങ്ങൾ ഹാപ്പി ആവും. ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചെയ്ത വീഡിയോ 2 മില്യൺ ആൾക്കാർ കണ്ടു. ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രോബ്ലം സോൾവ് ആയി എന്ന് പറഞ്ഞ് അവിടെ താങ്ക്സ് അടിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അറിവുകളൊക്കെ മറന്നതിന് ശേഷം ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് പറയാൻ കാരണം എന്താ പറയുക, ഞാനിവിടെ സൊല്യൂഷൻ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ പറയും റോമിങ്ങിൻ്റെ റീചാർജ് ഒന്നും ചെയ്യേണ്ട, നോർമൽ റീചാർജ് ചെയ്താൽ തന്നെ ശരിയാവും എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊന്നും കേൾക്കണ്ട. ജസ്റ്റ് ഞാൻ ഈ പറയുന്ന പോലെ കൂടി നിങ്ങൾ ചെയ്ത് നോക്കൂ, സോൾവ് ആവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, നേരെ വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സിം കാർഡ് വോഡാഫോണോ എയർടെല്ലോ ആണെങ്കിലാണ് ഞാൻ ആദ്യം പറയുന്ന സൊല്യൂഷൻ ഈ 2 ടീമിന് വേണ്ടിയിട്ടാണ്. വോഡാഫോൺ എന്ന് പറഞ്ഞാൽ VI അല്ലേ, വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയ അല്ലെങ്കിൽ എയർടെൽ സിം യൂസ് ചെയ്യുന്ന ആളുകൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ നോക്കുക, ആ സിം 1 അല്ലെങ്കിൽ 2 അതെന്ന് വെച്ചെങ്കിൽ അതിൽ റേഞ്ച് കാണിക്കുന്നുണ്ടോ നോക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ UAE ആൾക്കാരാണെങ്കിൽ ഒന്നെങ്കിൽ 2 കാണിക്കും അല്ലെങ്കിൽ എത്തിസലാന്ന് കാണിക്കും. അങ്ങനെ കാണിക്കുന്നുണ്ടോ എന്ന് ഫസ്റ്റ് നോക്കുക. ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ പരിഹാരം നടക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ നാട്ടിലെ സിമ്മിൽ ബാലൻസ് ചെക്ക് ചെയ്യാം. നോർമലി ബാലൻസ് ഒരു 100 റുപ്പീസ് പ്ലസ് ഉണ്ടായിരിക്കണം, എന്നെങ്കിലേ ഞാൻ ഈ പറഞ്ഞ പരിഹാരം നടക്കുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിലൊരു 100 രൂപ മിനിമം വരുന്ന രീതിയിൽ അതിൽ റീചാർജ് ചെയ്യുക. 100-200 റീചാർജ് ചെയ്യുക. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത് റോമിങ്ങിൻ്റെ പാക്ക് റീചാർജ് ചെയ്യുക. വോഡാഫോൺ ആണെങ്കിൽ ഒരു ദിവസത്തെ റോമിങ്ങിൻ്റെ ഒരു റീചാർജ് ഉണ്ട്, അത് 649 റുപ്പീസാണ്. ഒരു ദിവസം വാലിഡിറ്റി ഉള്ളൂ. ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു റോമിങ്ങിൻ്റെ പാക്ക് നമ്മൾ ചെയ്യണം. കാരണം ഇന്ത്യക്കുള്ളിലാണെങ്കിൽ നോർമൽ പാക്ക് മതി. ഇന്ത്യക്ക് പുറത്താവുമ്പോൾ ഫോണിൽ നിന്നും മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോമിംഗ് പാക്ക് ചെയ്യാൻ നിർബന്ധമാണ്. അതുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അതില്ലാതെ ആർക്കെയും നടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം സോൾവ് ആവും. നിങ്ങളുടെ ഫോണിൽ നിന്ന് SMS പോവും. അതോടൊപ്പം റോമിങ്ങിൻ്റെ പാക്ക് റീചാർജ് ചെയ്യുക. മെയിൻ ബാലൻസ് എന്ത് ചെയ്യണം, മെയിൻ ബാലൻസും റീചാർജ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ വോഡാഫോൺ ആണെങ്കിൽ 649, എയർടെൽ ആണെങ്കിൽ 695 പാക്ക് ഉണ്ട് കേട്ടോ. ഈ 2 പാക്കും എയർടെല്ലിൻ്റെ ആൾക്കാർ 695 ചെയ്യുക, വോഡാഫോൺകാർ 649 ചെയ്യുക. ഓക്കെ, എന്നിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോണിൻ്റെ നെറ്റില്ലേ, ഇൻ്റർനെറ്റ്, അത് സെറ്റിങ്സിൽ പോയിട്ട് ഡീഫോൾട്ട് നെറ്റ് നാട്ടിലെ സിം ആക്കുക. വോഡാഫോൺ ആണെങ്കിൽ വോഡാഫോൺ ആക്കുക, അല്ലെങ്കിൽ എയർടെൽ ആക്കുക. അപ്പോൾ അതിലൊരു GB ഡാറ്റ ഉണ്ട്, ഓൾറെഡി ഫ്രീ ഡാറ്റ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നാട്ടിലെ സിം ആക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഹായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് വർക്കാവും, നാട്ടിലെ ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ആവണില്ലെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ഡാറ്റ റോമിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഡാറ്റ റോമിംഗ്, അത് എനേബിൾ ആക്കിയാൽ ഈ പറഞ്ഞ മെസ്സേജ് പോകും. ഓക്കെ, ഡൺ. ശേഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ട്രൈ ചെയ്ത് നോക്കൂ. ഇൻഷാ അല്ലാഹ് 99% അത് റെഡി ആയിരിക്കും. 1% ചില ആളുകൾക്ക് റെഡി ആവുന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ പോയിട്ട് ചെയ്യേണ്ടി വരും.
അതിന് പല കാരണങ്ങളുണ്ട്. ചില ഏരിയയിൽ ചില നാട്ടിൽ എന്തില്ല, അവരുടെ കൊളാബ് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്താണ്, അവിടെ ഈ ഐഡിയ അല്ലെങ്കിൽ എയർടെലിൻ്റെ പാർട്ണർ നെറ്റ്വർക്ക് അവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. അവിടെ ആക്റ്റീവ് ആകാൻ സാധ്യത കുറവാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ റീചാർജ് ചെയ്തതിന് ശേഷം ടോപ്പപ്പും ചെയ്യുക, മെയിൻ ബാലൻസും ചെയ്യുക. പിന്നെ മൊബൈൽ ഡാറ്റ നാട്ടിൽ ആ സിമ്മിൽ ഡിഫോൾട്ട് ഡാറ്റ ആയിട്ട് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും. ഇൻഷാ അല്ലാഹ് ആക്റ്റീവ് ആവും. ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഗൂഗിൾ പേ ട്രൈ ചെയ്യുന്നതിന് 3 ചാൻസ് ഉള്ളൂ ഒരു ദിവസം. ഈ 3 ചാൻസും ഫെയിലിയർ ആയാൽ പിന്നെ നിങ്ങൾക്ക് ഇത് പോയി കാര്യം. ഒരു ദിവസത്തേക്കാണ് റോമിങ്ങിൻ്റെ പാക്ക് ഉള്ളത്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇന്നാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയും, ഇന്നാണ് നിങ്ങളിത് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഇന്ന് 3 ചാൻസേ ഉള്ളൂ ഓൾറെഡി. അപ്പോൾ നിങ്ങൾ രാവിലെ അത് 3 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് ചെയ്യരുത്, നാളെ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? കാരണം ഇന്ന് രാവിലെ 10 മണിക്ക് നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നുള്ള ചാൻസ് പോയി, 3 തവണ ചെയ്യാനുള്ള ചാൻസ് പോയി. പിന്നെ ഇന്ന് റോമിങ് റീചാർജ് ചെയ്തു കരുതി ഇന്ന് റെഡി ആവില്ല. കാരണം ഓൾറെഡി 3 ചാൻസ് നിങ്ങൾ യൂസ് ചെയ്തു. അപ്പോൾ നാളെ 10 മണിക്ക് ശേഷം ട്രൈ ചെയ്താലേ പിന്നെ നിങ്ങൾ ശരിയാവുള്ളൂ. ഇങ്ങനെ ചെയ്തോളൂ, ഇൻഷാ അല്ലാഹ് ശരിയാവും. ഇങ്ങനെ ചെയ്തിട്ട് ശരിയാവണില്ലെങ്കിൽ ഇത് ശരിയാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നാട്ടിൽ പോയിട്ട് തന്നെ പിന്നെ ശരിയാവുള്ളൂ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. അതോടൊപ്പം നിലവിൽ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ്റർനെറ്റ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഓൺ ആയിരിക്കെ സിമ്മ് ഊരിക്കഴിഞ്ഞാൽ ഈ ഗൂഗിൾ പേ ഓട്ടോമാറ്റിക്കലി സേഫ്റ്റിൻ്റെ ഭാഗമായിട്ട് അത് സൈൻ ഔട്ട് ആവും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പണി എല്ലാം എടുക്കേണ്ടി വരും. എന്നാലേ തിരിച്ച് നിങ്ങൾക്കത് ആക്റ്റീവ് ആവുള്ളൂ എന്നറിഞ്ഞിരിക്കാം. ഇനി നിങ്ങൾ ഇതില്ലേ എന്താ പറയുക, ജിയോ ഒക്കെ ആണെങ്കിൽ 1000 സംതിങ്ങിൻ്റെ ഒരു പാക്ക് ഉണ്ട്. അത് റീചാർജ് ചെയ്താൽ ശരിയാവാറുണ്ട്. BSNL ആണെങ്കിലും ഇതുപോലെ റോമിംഗ് പാക്ക് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് വോഡഫോൺ എയർടെൽ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 99% റെഡിയാവും. മറ്റുള്ള നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ഞാൻ ഈ 2 നെറ്റ്വർക്കാണ് ഞാൻ ഇവിടെ അധികം എൻ്റെ റൂമിലും കമ്പനിയിലൊക്കെ ഉള്ള പല ആളുകൾക്കും ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ വീഡിയോ ഇട്ട സമയത്ത് 2 മില്യൻ്റെ അടുത്ത ആൾക്കാർ കണ്ടിരുന്നു. അത് ഞങ്ങൾ സർവീസായിട്ട് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ പരസ്യത്തിന് വേണ്ടി ചെയ്തായിരുന്നു. ആ മൊബൈൽ ഷോപ്പിൻ്റെ ഒരുപാട് ആളുകൾക്ക് ഇത് ചെയ്തു കൊടുത്തു. പിന്നെ എല്ലാവരും കൂടി മെസ്സേജ് അയച്ചപ്പോൾ ഇത് ചെയ്യാൻ പറ്റാതായപ്പോൾ ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്താണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനത്തെ ഏത് നെറ്റ്വർക്കാണെങ്കിലും ഏത് ആപ്പാണെങ്കിലും വിദേശ രാജ്യത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ NRO അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ കനറ ബാങ്കിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് NRO, ഗൂഗിൾ പേ ഫോൺ പേയിലൊക്കെ UAE നമ്പർ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെ സ്വന്തമായി കണ്ടുപിടിച്ച് ചെയ്യുക. കൂടുതൽ നമുക്കൊരു വീഡിയോയിൽ പറയുന്നത് ലിമിറ്റേഷൻ ഉണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേയുമായി ഇങ്ങനെ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ കമൻറ്റിൽ ചോദിക്കാം. പരമാവധി പറ്റുന്നത്ര ഞാൻ റിപ്ലൈ ചെയ്യാം. ഇതുപോലെ പ്രവാസികളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പൊതുവെ നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് കൂടാം.